മാവേലി എന്ന് പറയുന്ന ഈ അവസാനത്തെ കായംകുളം രാജാവിന് എന്ത് സംഭവിച്ചു എന്നറിയോ? ഒരു പട്ടിയെ വെട്ടിക്കൊന്നതുപോലെ മാവേലി തമ്പുരാനെ ഇവിടെ വെച്ച് തിരുവിതാംകൂറുകാർ വെട്ടി. മാവേലിയുടെ സമാധി ഇപ്പോഴും ഉണ്ട്, ഒരു പട്ടിയുടെ പേരിൽ. എന്തൊക്കെ പറയണേ? എവിടെ? എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്ത് ഒരു ചേര രാജാവിന്റെ സമാധിയുണ്ട്, പട്ടിയുടെ പേരിലാണ്. അത്ര നായ എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിലാണ് പക്ഷെ ആ സ്ഥലത്തിന്റെ പേരിൽ ജനങ്ങൾ അതിൻ്റെ കൂടെ ബഹുമാനപൂർവ്വം തിരുനായ എന്ന് വിളിച്ചു. തിരുനായത്തോട് ക്ഷേത്രം ഒരു ചേര രാജാവിന്റെ സമാധിയാണെന്ന് മാത്രമേ പലർക്കും അറിയൂ. അത് കായംകുളം രാജാവായ മാവേലി മന്നൻ എന്ന് വിളിക്കുന്ന അവസാനത്തെ ചേര രാജാവിന്റെ സമാധി സ്ഥലമാണ്. അതിനെ അപമാനിക്കുവാനായിട്ട് ഈ പേര് വിളിച്ചു. ഒരു നായയെ വെട്ടിക്കൊന്ന കഥയൊക്കെ അതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ ഒരു പോഡ്കാസ്റ്റോടുകൂടി നമ്മളിപ്പം പുറത്തേക്ക് പറയുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിലുള്ള മാവേലി നാട് കായംകുളം രാജ്യമായിരുന്നു എന്നും അല്ല, മാവേലി നാട് അവസാനത്തെ മാവേലി നാട് കായംകുളമായിരുന്നു. ഓണം എന്നത് മുഴുവൻ കേരളത്തിന്റെയും ദേശീയോത്സവം തന്നെയാണ്. കാരണം ചേര സംസ്കാരത്തിന്റെ അതാണ് മാവേലിക്കര വന്നത്. മാവേലിക്കര, ഓണാട്ടുകര വന്നത്, ഓണനാട്ടുകരയാണ്. അതെ. അപ്പൊ നമ്മൾ ആരും അറിയാതിരുന്ന, ഒരുപക്ഷെ എന്റെ വിവരക്കേട് കൊണ്ടോ പരിചയക്കുറവ് കൊണ്ടോ മനസ്സിലാക്കാതിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കായംകുളം രാജ്യം അത്രത്തോളം സാംസ്കാരികമായും സാമൂഹ്യമായും വലിയ പ്രസക്തി ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു ഉള്ളത്. നമുക്ക് കായംകുളത്ത് രാജാവ് ഉണ്ടായിരുന്നു അറിയാം, പിന്നെ കായംകുളം കൊച്ചുണ്ണി അറിയത്തുള്ളായിരുന്നു. കൊച്ചുണ്ണിമാരാണ് കായംകുളത്തിന്റെ പേര് കളഞ്ഞത്. ഈ അദ്ദേഹത്തിനെ പിന്നീട് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലമാണ് തിരുനായത്തോട് ക്ഷേത്രം. അത് തിരുനായത്തോട് ആലുവയ്ക്ക് അടുത്താണ് അല്ലേ? അല്ല, നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ വളരെ അടുത്തായിട്ട്. തിരുനാവായ അല്ല അല്ലെ? തിരുനായത്തോട്.